നമസ്കാരം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ശാസ്ത്രലോകം വിസ്മയത്തോടെ കാണുന്ന ആ ചരിത്ര നിമിഷത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അമേരിക്കയുടെ സ്പേസ് ഫോഴ്സ് കേണൽ, ഡോക്ടർ, ശാസ്ത്രജ്ഞൻ, അങ്ങനെ വിശേഷണങ്ങൾ പലതുണ്ട് നമ്മുടെ അനിൽ മേനോന്. ഇന്ന് രാത്രി കൃത്യം 8:17 കസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് ആകാശത്തേക്ക് കുതിക്കുമ്പോൾ അതിലൊളിഞ്ഞിരിക്കുന്നത് ഒരു കൊച്ചു മലയാളിയുടെ സ്വപ്നം മാത്രമല്ല, കോടിക്കണക്കിന് ഭാരതീയരുടെ അഭിമാനം കൂടിയാണ്. നവഭാരതത്തിൻ്റെ കുതിപ്പിന് ഇത് പുതിയൊരു മാനമാണ് നൽകുന്നത്. രാജ്യാന്തര ബഹിരാകാശ നിലയം എന്നത് മനുഷ്യൻ്റെ ബുദ്ധിശക്തിയുടെ പാരമ്യമാണ്. ആയിരക്കണക്കിന് മൈലുകൾക്ക് മുകളിൽ ഭൂമിയെ വലം വയ്ക്കുന്ന ആ കൂറ്റൻ സ്റ്റേഷനിൽ ഒരു മലയാളി തൻ്റെ കാൽമുദ്ര പതിപ്പിക്കാൻ പോകുന്നു എന്നത് ചെറിയ കാര്യമല്ല. അനിൽ മേനോൻ എന്ന ഈ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ കഴിവും കഠിനാധ്വാനവും തന്നെയാണ്. ശൂന്യാകാശത്ത് ഗുരുത്വാകർഷണം പോലുമില്ലാത്ത ഒരിടത്ത് ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ നടത്താൻ അദ്ദേഹം സജ്ജമായി കഴിഞ്ഞു. സോയിസ് 2.1A എന്ന കരുത്തുറ്റ റോക്കറ്റിൽ യാത്ര തിരിക്കുമ്പോൾ അദ്ദേഹം ചുമലിലേറ്റുന്നത് മനുഷ്യരാശിയുടെ തന്നെ പുരോഗതിയാണ്. ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഈ നേട്ടം വരും തലമുറയ്ക്ക് വിജ്ഞാനത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നു. ബഹിരാകാശ സഞ്ചാരത്തിനു വേണ്ടി മാനസികമായും ശാരീരികമായും ഏറ്റവും കഠിനമായ പരിശീലനങ്ങൾ അദ്ദേഹം പിന്നിട്ടു കഴിഞ്ഞു. എയർഫോഴ്സ് പൈലറ്റ്, എമർജൻസി മെഡിക്കൽ ഡോക്ടർ എന്നീ നിലകളിൽ അദ്ദേഹം തെളിയിച്ച ധീരത തന്നെയാണ് ഈ ദൗത്യത്തിലും കാണാൻ കഴിയുന്നത്. ശൂന്യതയെ ഭയക്കാതെ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ തേടി പോകുന്ന ഒരു പോരാളിയായി അനിൽ മേനോൻ മാറുന്നു. അദ്ദേഹത്തിൻ്റെ ഈ യാത്ര പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാൻ പഠിപ്പിക്കുന്നു. ഏത് അസാധ്യമായ ലക്ഷ്യവും കൈപ്പിടിയിലൊതുക്കാൻ അർപ്പണബോധം മാത്രം മതിയെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ വളർച്ച ലോകം അമ്പരപ്പോടെയാണ് നോക്കിക്കാണുന്നത്. അനിൽ മേനോന്റെ ഈ നേട്ടം ഇന്ത്യയുടെ ശാസ്ത്രീയ സാങ്കേതിക മികവിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ്. ലോകത്തിലെ ഏത് ഭാഗത്ത് ജീവിച്ചാലും മലയാളി രക്തം തിളയ്ക്കുന്നത് ദേശസ്നേഹം കൊണ്ടാണ്. നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആകാശ സീമകളെ കീഴടക്കുമ്പോൾ അത് ഭാരതത്തിൻ്റെ ശക്തിയെ ലോകത്തിന് മുന്നിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ശക്തമായ ഭരണകൂടവും ദീർഘവീക്ഷണമുള്ള നേതൃത്വവും ഉള്ളപ്പോൾ ഭാരതീയൻ്റെ കഴിവ് ആകാശത്തോളം ഉയരുമെന്ന് അദ്ദേഹം തെളിയിക്കുന്നു. അനിൽ മേനോൻ ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഭാരതത്തിൻ്റെ ആത്മീയതയും കരുതലുമുണ്ട്. നമ്മുടെ സനാതന മൂല്യങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് ശാസ്ത്രത്തെ സമീപിക്കുന്ന ഒരു രീതി അദ്ദേഹം പിന്തുടരുന്നു. വസുദൈവ കുടുംബകം എന്ന സന്ദേശം പ്രപഞ്ചത്തിലുടനീളം പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ഓരോ ഭാരതീയനും പ്രാർത്ഥിക്കുന്നത് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി അദ്ദേഹം സുരക്ഷിതനായി തിരിച്ചു വരാനാണ്. ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ പ്രപഞ്ചത്തെ അടുത്തറിഞ്ഞപ്പോൾ നമ്മൾ എത്ര ചെറിയവരാണെന്നും എന്നാൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് എത്ര വലിയ വലിപ്പമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ യുവതലമുറയ്ക്ക് അനിൽ മേനോൻ ഒരു വഴികാട്ടി തന്നെയാണ്. അലസത വെടിഞ്ഞ് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചാൽ നേടാനാവാത്തതായ ഒന്നുമില്ലെന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു. സ്പേസ് സയൻസിലും ഗവേഷണങ്ങളിലും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ മുന്നോട്ട് വരാൻ ഈ വാർത്ത പ്രേരകമാകും. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നായാലും ഒരു കൊച്ചു വീട്ടിൽ നിന്നായാലും ആകാശത്തേക്ക് നോക്കി സ്വപ്നം കാണാൻ നമ്മുടെ കുട്ടികൾ പഠിക്കണം. ആ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഭാരതം സജ്ജമാണ്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് നാളെ ഒട്ടേറെ അനിൽ മേനോന്മാർ ഉയർന്നു വരും. അനിൽ മേനോൻ യാത്ര തിരിക്കുന്നത് സോയൂസ് പേടകത്തിലാണ്. റഷ്യൻ സാങ്കേതിക വിദ്യയുടെ മികവിൽ നിർമ്മിച്ച ഈ പേടകം ബഹിരാകാശ സഞ്ചാരത്തിൽ ലോകത്തിലെ തന്നെ മാതൃകയാണ്. ഇന്ന് രാത്രി 11:30 നിലയവുമായി ടോക്കിംഗ് നടത്തുമ്പോൾ അത് സാങ്കേതിക വിദ്യയുടെ കൃത്യതയുടെ വലിയ തെളിവാണ്. ഓരോ നിമിഷവും ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾക്ക് പിന്നിൽ മനുഷ്യൻ്റെ ബുദ്ധിശക്തിയുണ്ട്. ശാസ്ത്രം എത്രത്തോളം മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ദൗത്യം സഹായിക്കും. വരും വർഷങ്ങളിൽ ബഹിരാകാശ ഗവേഷണത്തിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് നമ്മൾ ലക്ഷ്യം വഹിക്കാൻ പോകുന്നു. കേരളവുമായി അനിൽ മേനോനുള്ള ആത്മബന്ധം എടുത്ത് പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വേരുകൾ ഇവിടെയാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹം ഈ മണ്ണിനോടാണ്. വിദേശത്ത് വലിയ പദവികളിൽ ഇരിക്കുമ്പോഴും മലയാളി എന്ന അഭിമാനബോധം അദ്ദേഹം സൂക്ഷിക്കുന്നു. നമ്മുടെ നാടിൻ്റെ പെരുമ ലോകമെങ്ങും എത്തിക്കുന്ന അദ്ദേഹം ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നു. ഈ യാത്ര വിജയിക്കുമ്പോൾ അദ്ദേഹം കേരളത്തിന് മാത്രമല്ല ഭാരതത്തിന് മൊത്തം ഒരു ഐക്യനായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടും നമ്മുടെ ഓരോ മലയാളിയുടെയും വിജയമാണ്. ബഹിരാകാശ നിലയത്തിലെ ദൗത്യം അവസാനിക്കുന്നതല്ല, തുടങ്ങുന്നതാണ്. ഭൂമിയിൽ ചൊവ്വയിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കുമുള്ള മനുഷ്യൻ്റെ യാത്രയ്ക്ക് ഇതൊരു അടിത്തറയാകും. അനിൽ മേനോൻ നടത്തുന്ന ഓരോ പരീക്ഷണവും ഭാവി തലമുറയുടെ ജീവിതം മെച്ചപ്പെടുന്നതാകും. വികസിത ഭാരതം എന്ന നമ്മുടെ സ്വപ്നം ബഹിരാകാശത്ത് വരെ എത്തി നിൽക്കുന്നു. നമ്മൾ കൈവരിക്കുന്ന ഓരോ നേട്ടവും മനുഷ്യരാശിയുടെ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ്. അനിൽ മേനോന്റെ ഈ യാത്രയിലൂടെ ലോകത്തിന് വലിയൊരു സന്ദേശം നൽകാൻ നമുക്ക് കഴിയുന്നു. ഭാരതം ഇനി പിന്നിലല്ല, ലോകത്തിന് മുന്നിൽ നടക്കാൻ തയ്യാറാണ്. ബൈക്കനൂർ കോസ്മോഡ്രോമിൽ
ഇപ്പോൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. റോക്കറ്റ് വിക്ഷേപണത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരു വശത്ത് ശാസ്ത്രജ്ഞരുടെ ജാഗ്രത, മറുവശത്ത് പ്രാർത്ഥനകളുമായി ലോകം മുഴുവൻ. എന്തും സംഭവിക്കാമെന്ന ഈ നിമിഷങ്ങളിൽ അനിലിൻ്റെ മുഖത്തെ ചിരി വലിയൊരു ധൈര്യമാണ്. ആത്മവിശ്വാസം കൈമുതലാക്കി അദ്ദേഹം ദൗത്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ഒരു വലിയ ദൗത്യത്തിൻ്റെ തുടക്കം ചരിത്രത്തിൻ്റെ താളുകളിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഈ രാത്രി ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ഇത്തരം ദൗത്യങ്ങൾ വെറും സാങ്കേതിക നേട്ടങ്ങളിൽ ഒതുങ്ങുന്നതല്ല. ഇതൊരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഒരു രാജ്യം ഒരു പൗരനെ പ്രപഞ്ചത്തിൻ്റെ അതിരുകളിലേക്ക് കൈപിടിച്ചു ഉയർത്തുന്നു എന്നത് അഭിമാനകരമാണ്. ശാസ്ത്രം മനുഷ്യരാശിയുടെ വികസനത്തിനുള്ളതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം. ബഹിരാകാശ നിലയത്തിൽ അനിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ ഭൂമിയിലെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നാം വിശ്വസിക്കുന്നു. ഔഷധ ഗവേഷണങ്ങളിലും കാർഷിക സാങ്കേതിക വിദ്യകളിലും ബഹിരാകാശത്ത് പരീക്ഷിക്കുമ്പോൾ അത് വലിയൊരു മുന്നേറ്റത്തിന് വഴിവെക്കും. വസുദൈവ കുടുംബകം എന്ന സന്ദേശം പ്രപഞ്ചത്തിലുടനീളം പ്രതിധ്വനിക്കുമ്പോൾ അനിൽ മേനോൻ ഭാരതത്തിൻ്റെ അംബാസിഡറായി അവിടെ നിലകൊള്ളുന്നു. അറിവ് തേടിയുള്ള ഈ യാത്രയിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ മാതൃകയാകാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇത് ഒരു ചെറിയ കാര്യമേയല്ല. ഈ ദൗത്യം വിജയിക്കുമ്പോൾ അത് ഒരൊറ്റ മനുഷ്യൻ്റെ വിജയമല്ല, മാനവരാശിയുടെ പുരോഗതിയിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ്. ശാസ്ത്രത്തെ രാഷ്ട്രീയത്തിനും മതത്തിനും അപ്പുറം മനുഷ്യ നന്മയ്ക്കായി ഉപയോഗിക്കണമെന്ന സന്ദേശം തന്നെയാണ് ഈ ദൗത്യം മുന്നോട്ട് വെക്കുന്നത്. വരും തലമുറകൾക്ക് മുന്നിൽ അനിൽ മേനോൻ ഒരു പാഠപുസ്തകമായി മാറും. അദ്ദേഹം ഉയർത്തുന്ന ആവേശവും കാഴ്ചവെക്കുന്ന സമർപ്പണവും നാളെയുടെ ശാസ്ത്രജ്ഞന്മാർക്ക് വലിയൊരു പാഠമായിരിക്കും. ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം വെറും ഒരു വാക്കല്ല, അത് ഓരോ ഭാരതീയൻ്റെയും ഉള്ളിൽ ജ്വലിക്കുന്ന ആത്മവിശ്വാസമാണ്. അനിൽ മേനോൻ്റെ ഈ ബഹിരാകാശ യാത്ര സ്വയം പര്യാപ്തമായ ഒരു രാജ്യത്തിൻ്റെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. നമ്മൾ എന്തിനും ഏതിനും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന കാലം കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ സാങ്കേതിക വിദ്യയും ലോകത്തിൻ്റെ മുൻനിരയിലാണ്. ഈ ദൗത്യം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം നമ്മുടെ പരിധികൾ നമ്മൾ തന്നെ നിശ്ചയിക്കണമെന്നതാണ്. ആകാശത്തിന് അപ്പുറത്തേക്ക് സ്വപ്നം കാണാനും അതിലേക്ക് ചിറക് വിരിച്ച് പറക്കാനും ആർക്കും സാധിക്കും. നാം വിശ്വസിക്കുന്നത് ഇത്തരം ദൗത്യങ്ങൾ യുവാക്കളിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്നാണ്. വിദേശങ്ങളിൽ ജോലി തേടി പോകുന്നവരല്ല, അറിവ് തേടി ബഹിരാകാശത്തേക്ക് കുതിക്കുന്നവരാണ് ഇന്നത്തെ യുവാക്കൾ. സർക്കാരിൻ്റെ ശക്തമായ പിന്തുണയും വ്യക്തമായ കാഴ്ചപ്പാടുമുള്ള നേതൃത്വവും ഉണ്ടെങ്കിൽ എന്ത് അസാധികാര്യവും നമുക്ക് നേടാൻ സാധിക്കും. അനിൽ മേനോൻ ഒരു കേവല വ്യക്തി മാത്രമല്ല, അദ്ദേഹം ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗം കൂടിയാണ്. പരീക്ഷണങ്ങൾക്കും കഠിനമായ പരിശീലനങ്ങൾക്കും ശേഷം അദ്ദേഹം ഈ ദൗത്യത്തിന് തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒട്ടേറെ ഭാരതീയരുടെ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ട്. ഈ ദൗത്യം വിജയിക്കുമ്പോൾ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണെന്ന് ലോകം വീണ്ടും തിരിച്ചറിയും. വരും കാലങ്ങളിൽ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും മനുഷ്യനെ എത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അനിൽ മേനോൻ്റെ ഈ നേട്ടം വലിയൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് പറക്കാൻ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ ഭാരതം സജ്ജമാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന ഈ കുതിപ്പിന് നമ്മൾ ഓരോരുത്തരും സാക്ഷികളാവുകയാണ്. അനിൽ മേനോന് എല്ലാവിധ ഭാരതീയ ഭാവുകങ്ങൾ നേരുന്നു. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഭാരതത്തിൻ്റെ യശസ് വാനോളം ഉയർത്താൻ ഇനിയും ഇത്തരം ദൗത്യങ്ങൾ അനിവാര്യമാണ്. ഒത്തൊരുമയോടെ നമുക്ക് മുന്നോട്ട് പോകാം, സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാം, വികസിത ഭാരതത്തിലേക്ക് കുതിക്കാം. ശാസ്ത്രലോകത്തെയും നമ്മുടെ ദേശസ്നേഹത്തെയും ഒന്നിച്ചു കെട്ടുന്ന ഈ മഹാദൗത്യം വിജയിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അദ്ദേഹം ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ച് എക്സ്പെഡിഷൻ 74 ദൗത്യം പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോൾ മലയാളികളുടെയും ഭാരതത്തിൻ്റെയും തലയുയർത്തി നിൽക്കുന്ന ചിത്രമായിരിക്കും അത്. ഈ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മളും ആവേശത്തിലാണ്. ഡോക്ടർ അനിൽ മേനോന് തത്വമയി ന്യൂസ് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.